പ്രകൃതിയുമായി മനുഷ്യൻ സ്ഥാപിക്കേണ്ട അഭേദ്യ ബന്ധത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്ന ലേഖനമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ഇത് എഴുതിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫറും പ്രകൃതി സ്നേഹിയും എഴുത്തുകാരനും കൂടിയായ എൻ.എ. നസീറാണ്. അദ്ദേഹം കാട് കണ്ടും കേട്ടും തൊട്ടുമറിഞ്ഞതിൻ്റെ അനുഭവവും കാടിൻ്റെ പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കാടിനെ മറന്ന് നഗരങ്ങൾ പണിതുയർത്തി മാലിന്യങ്ങൾ കുന്നുകൂട്ടുന്ന ഇന്നത്തെ കാലത്തെ പരിഷ്കൃത മനുഷ്യന് കാടിൻ്റെ അറിവുകൾ പങ്കുവെച്ച് പ്രകൃതിയുമായി മനുഷ്യൻ സ്ഥാപിക്കേണ്ടുന്ന ബന്ധത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നു ഈ ലേഖനം. ഒരു മരം അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴത്തിലിറക്കി കൂടുതൽ കാലം നിലനിൽക്കുന്നത് പോലെ മനുഷ്യനും പ്രകൃതിയുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ അത് ദീർഘകാലത്തെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നൽകും. എന്നാൽ ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ ഒന്നിനോടും ആഴത്തിൽ ബന്ധം പുലർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൽ വേരുകൾ താഴ്ത്താൻ കഴിയാത്ത അഥവാ പ്രകൃതിയെ അറിയാൻ കഴിയാത്ത വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരായി പരിഷ്കൃത മനുഷ്യർ മാറുന്നു. ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ മണ്ണിലേക്ക് വീഴുന്ന ഒരു മരത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അത് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എന്ന പോലെയാണ് ലേഖകൻ അവതരിപ്പിക്കുന്നത്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധത്തെ ഇത് മനസ്സിലാക്കി തരുന്നു. ഇലകൾ മണ്ണിൽ ദ്രവിച്ച് വേരുകളിലൂടെ വീണ്ടും ഇലകളായി മാറുന്നു എന്ന വാക്യം ആ ജൈവബന്ധത്തെയാണ് വ്യക്തമാക്കുന്നത്. പ്രകൃതിയുടെ ഔന്നിത്യം മനസ്സിലാകണമെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും മനുഷ്യർക്ക് മാത്രമല്ല ജീവനും ജീവിതവും ഉള്ളതെന്നും മണ്ണും മരങ്ങളും പുഴകളും കാറ്റുമെല്ലാം പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നതാണ് പ്രകൃതിയെന്നും ഈ ലേഖനം വ്യക്തമാക്കുന്നു. വയനാട്ടിലെ കുറുവാ ദ്വീപിലെ പുഴയും വേരുകളും വർണ്ണിക്കുമ്പോഴും ഷോളയാർ കാടുകളിലെ ചീനി വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ ചെമ്പൻ, കുമാരൻ ഇവരോടൊപ്പം ഉറങ്ങിയത് വർണ്ണിക്കുമ്പോഴും എൻ.എ. നസീർ ലക്ഷ്യം വയ്ക്കുന്നത് പ്രകൃതി പാഠം തന്നെയാണ്. മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല എന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു. കാട്ടുചോലക്കരയിലിരുന്ന് മിനറൽ വാട്ടർ കുടിക്കുന്നവരെ ഓർത്ത് ലേഖകൻ വേദനിക്കുകയാണ്. അടച്ചിൽ തൊട്ടി മുതുവക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം വേരുകളിൽ നിന്നും ചികിത്സ നടത്തിയിരുന്നു. ഇന്ന് വേരുകളുടെ രഹസ്യം ആർക്കും അറിയില്ല. എല്ലാവരും നഗരത്തിലെ ഡോക്ടറെ കാണാൻ പോകുന്നു. നമ്മുടെ പാരമ്പര്യ അറിവുകളെല്ലാം നമുക്ക് തന്നെ കൈമോശം വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ എൻ.എ. നസീർ നൽകുന്നത്. ഉടുമ്പുമാരിയും അത്തരത്തിലുള്ള ഒരാളാണ്. ചിന്നാറിലെ കാടുകളിലേക്ക് ഔഷധമുള്ള കിഴങ്ങുകൾ തേടി തമിഴ്നാട്ടിലെ വൈദ്യന്മാർ വന്നിരുന്നു. അരുവികളിലെ വെള്ളത്തിനടിയിലുള്ള ചുവന്ന വേരുകൾ അത്രയും മൂല്യവത്തായിരുന്നു. ഇതെല്ലാം പ്രകൃതി മൂല്യങ്ങളെ കാട്ടിത്തരുന്നു. നമ്മുടെ നാട്ടുവൃക്ഷങ്ങൾക്ക് ഭൂമിയിൽ ഈർപ്പം നിലനിർത്താനും വെള്ളം ശേഖരിച്ചു വെക്കാനും കഴിവുണ്ട്. റോഡരികിലെ മരങ്ങൾ വെട്ടി വർണ്ണച്ചെടികൾ വയ്ക്കുമ്പോൾ ഭൂമിയിലെ ജലത്തിൻ്റെ അളവ് കുറയുന്നു. വേരുകൾ ഇല്ലാതാവുമ്പോൾ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ മരങ്ങൾക്ക് ശക്തിയില്ലാതാവുന്നു. ഇവിടെ വേരുകൾ എന്നത് മനുഷ്യർ പ്രകൃതിയുമായി സൂക്ഷിക്കേണ്ടുന്ന ബന്ധത്തിൻ്റെ അടയാളമായി മാറുന്നു. ആ വേരുകൾ നഷ്ടപ്പെടുമ്പോൾ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ദോഷം ചെയ്യും. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിലൂടെ പ്രകൃതിയുമായി മനുഷ്യൻ സ്ഥാപിക്കേണ്ടുന്ന ആത്മബന്ധത്തിൻ്റെ പ്രാധാന്യം എൻ.എ. നസീർ വ്യക്തമാക്കി തരുന്നു. ലോകത്തിലെ സകല ജീവജാലങ്ങളും തുല്യരാണ് എന്ന അർത്ഥമാണ് വസുദൈവ കുടുംബകം എന്ന ഉപനിഷത്ത് വാക്യത്തിലുള്ളത്. ആ വിശ്വസ്നേഹം എൻ.എ. നസീറും ഈ ലേഖനത്തിൽ പ്രകടമാക്കുന്നു.